ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആയുർയോഗയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സൂര്യ. അപ്പം ഞാനിന്ന് ശതാവരിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ ശതാവരി കിഴങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഒരുവിധം പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശതാവരിയുടെ കിഴങ്ങും ഇലയുമാണ് ഔഷധയോഗ്യമായിട്ടുള്ളത്. ശതാവരിക്ക് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ പറമ്പിലൊക്കെ ഒരുവിധം കാണുന്ന ഒന്നാണ് ശതാവരിയുടെ കിഴങ്ങാണ് ശതാവരി കിഴങ്ങ്. ആ ശതാവരി കിഴങ്ങ് അമൃതും കൂടെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ജ്വരം അഥവാ പനി ശമിപ്പിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ശതാവരിയുടെ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം, രക്തപിത്തം എന്നിവയെല്ലാം കുറയ്ക്കും. അതുപോലെ നമുക്ക് ആർത്തവ കാലങ്ങളിൽ രക്തസ്രാവം ഒക്കെ ഉണ്ടാവുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, ഓവർ ബ്ലീഡിങ് ആയിട്ട് ആർത്തവ സമയത്ത് പെയിനും ഓവർ ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട്. അപ്പം അതെല്ലാം കുറയ്ക്കാൻ, അമിതമായിട്ടുള്ള രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ ചുട്ടുനീറ്റൽ, പൊള്ളൽ എന്നിവ ശമിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിനൊരു തണുപ്പേകും ശതാവരി. അതുപോലെ മുലപ്പാൽ കൂട്ടുന്നതിന് വളരെയധികം സഹായിക്കും. പ്രസവാനന്തരം ഇന്നത്തെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു അമ്മമാരുടെ അവർക്ക് വരുന്ന ഏറ്റവും വലിയൊരു സങ്കടമുള്ള കാര്യം, ഡോക്ടർമാരുടെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്ന ഒരു വിഷമത്തോടെ പറയുന്ന ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ മോനെ ഫീഡ് ചെയ്യാൻ പറ്റണില്ല എന്ന്, എനിക്ക് മുലപ്പാലില്ല. അങ്ങനെ ഒരുവിധം അമ്മമാരൊക്കെ ഫോർമുലയിലേക്കൊക്കെ തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ് അല്ലേ. ബ്രസ്റ്റ് ഫീഡിങ്ങൊക്കെ കൊടുക്കാൻ പറ്റാണ്ട് വിഷമിച്ച് വരുന്ന ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുണ്ട്. അപ്പം പ്രസവാനന്തരം മുലപ്പാൽ കൂടുന്നതിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ശതാവരി. ശതാവരി കൊണ്ട് ഘൃതം, ഗുളു, പാനകം എന്നിവ വിധിപ്രകാരം ഉണ്ടാക്കി കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കും. അതുപോലെ ശതാവരി കിഴങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് നീര് പാലോ നെയ്യോ ചേർത്ത് കഴിക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ അപസ്മാരം ഇല്ലാതാക്കാൻ പാലും ശതാവരി നീരും കൂടി സമം ചേർത്ത് കഴിക്കാം. അതുപോലെ ശതാവരി കിഴങ്ങിൽ പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് അൾസർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള ചുട്ടുനീറ്റം കുറയ്ക്കാൻ ശതാവരി കിഴങ്ങിൽ രാമച്ചപ്പൊടി ചേർത്ത് പുരട്ടാം. അതുപോലെ ശതാവരി ഇല ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ഏലക്ക, ഞെരിഞ്ഞിൽ പൊടിച്ച് കഴിച്ചാൽ മൂത്രാഘാതം ശമിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ശതാവരി. ശതാവരി കിഴങ്ങിൻ്റെ ഇലയും കിഴങ്ങുമാണ് ഔഷധയോഗ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ രക്തപിത്തം, മഞ്ഞപ്പിത്തം എന്നിവ കുറയ്ക്കാനും ആർത്തവകാലത്ത് വരുന്ന രക്തസ്രാവം കുറയ്ക്കാനും സഹായിക്കുന്നു. പിന്നെ പ്രസവാനന്തരത്തിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ശതാവരി ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ അപസ്മാരം, അൾസർ, ചുട്ടുനീറ്റം, അതുപോലെ മൂത്രാഘാതം എന്നിവയ്ക്കൊക്കെ ഒരു വളരെ നല്ലൊരു മരുന്നാണ് ശതാവരി. അപ്പോൾ ശതാവരി എന്ന സസ്യത്തിൻ്റെ ഉപയോഗങ്ങൾ വളരെ നല്ല ഉപയോഗങ്ങളാണ് ശതാവരിക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. നന്ദി.